ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങാ ചട്നിയാണ്. തട്ടുകട സ്റ്റൈൽ തേങ്ങാ ചട്നി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പോളം തേങ്ങ ചിരകിയതാണ്. അരമുറി തേങ്ങയുടെ അടുത്തുണ്ടാകുമേ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒത്തിരി അങ്ങ് ചൂടാകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചീനച്ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. എൻ്റെ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണമാണ് ഞാൻ 1.5 ടീസ്പൂണിന് ചേർത്തേക്കണത്. തീ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെക്കരുത്, നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരിക്കരുത്. ഇപ്പം നമ്മുടെ തേങ്ങയും മുളക് പൊടിയും ഞാനൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ചെറിയ ഉള്ളിയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം മതി, ഇഞ്ചിയുടെ ചെറുതായിട്ടൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അതും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ചട്നി ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുക്കണം. അത് ചെയ്യാം. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകണം. ഇതാ നോക്കിയാൽ നമ്മുടെ ചെറിയുള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മുടെ ചട്നി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചട്നി കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലേക്ക് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള ചട്നി ഇങ്ങനെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. നിങ്ങൾക്ക് ചട്നിക്ക് എന്തോരം തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കണത്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് കുറവാണേ, ചേർത്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ചട്നി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ തേങ്ങാ ചട്നി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.